മഞ്ഞക്കുയിലാണ് അപ്പൊ അതിങ്ങനെ അതിങ്ങനെയാണ്. എങ്ങനെയുണ്ട് തക്ലീഫ് ഉണ്ടായിരുന്ന തക്ലീഫ്? തക്ലീഫ് കണ്ടോ? തക്ലീഫ് കണ്ടില്ല. എങ്ങനെയുണ്ട് പടം? കാണാതെ നമ്മളൊരു സിനിമയെ കുറിച്ച് പറയണ ശരിയല്ലല്ലോ. തന്നല്ലേ അവരതൊന്ന് പറയണ്, എന്നാലും നമ്മള് അപ്പം കാണാത്ത പടം അപരാധിക്കാൻ താല്പര്യമില്ല. അങ്ങനെ കാണാത്ത പടം അപരാധിക്കുന്ന ആൾക്കാരെ പറ്റി എന്താണ് പറയാനുള്ളത്? അവരെ കുറിച്ചൊന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആണല്ലേ. അപ്പം ഇനിയും അടുത്ത ഏത് തിയേറ്ററാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? മഞ്ഞക്കുയിലല്ലേ ക്യാമറമാണാണ്ടാ മനസ്സിലായി. മഞ്ഞക്കുയിലാണ്. ഏത് തിയേറ്ററിലാണ് കൂടുതൽ പടം കാണാൻ താല്പര്യപ്പെടുന്നത് തിരുവനന്തപുരത്ത്? ഏരിയസ് പ്ലസ്. ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിലൊക്കെ വന്ന് നടന്ന ആടണവന്മാരെ പറ്റി എന്താണ് 2 വാക്ക് പറയാനുള്ളത്? അതെന്ത് പറയാ, ആടണവന്മാർ ആടട്ടെ, അല്ലാതെ എന്തിനു പറയാ. കാണാതിരിക്കണല്ലേ നമ്മളതൊക്കെ. നമ്മള് വേണം മാറി നടന്നു പോവാ, അത്ര അല്ലാതെ. ഇപ്പൊ നമ്മൾ 50mm കുറച്ച് നേരമായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ട്രൈപ്പോഡിലാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ ചാഞ്ചാട്ടമൊന്നുമില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇപ്പം ഹീറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ ബോഡിയിലെ ശകലം സ്ഥലത്ത് ഇവിടെ ഇത്രയാണ് ഹീറ്റിംഗ് ആയിട്ട് വരുന്നത്. വേറെ ബാക്കി ഇവിടെയോ ഈ ഡിസ്പ്ലേയിൽ അങ്ങനെ വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൈക്കിലാണ് ഇത്രയും നേരം ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ മൈക്ക് കാര്യങ്ങൾ കണക്റ്റ് ആവുന്നതാണ്. പിന്നെ പോർട്സ് ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് USB-C ടൈപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റും. ആ C ടൈപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് അത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ മിനി HDMI ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഇത് കുത്തിയിട്ട് നമ്മളിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തൊക്കെ നമുക്ക് ഇതിൽ കൂടെ കേട്ട് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഇതിനകത്തൊരു സ്പീക്കറുണ്ട്. നമുക്ക് ആ സ്പീക്കറിൽ കൂടെ അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെ കേൾക്കാൻ പറ്റും നമ്മുടെ സൗണ്ട് കിട്ടുന്നുണ്ടെന്ന്. എക്സ്ട്രാ മൈക്ക് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ മൈക്കില്ലെങ്കിൽ ഇതുവഴിയായിരിക്കും കിട്ടുന്നത്. ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ടാണ് മൈക്ക് കണക്ട് ചെയ്തത്. അല്ലെങ്കിൽ മൈക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ഓൺ ഓഫ് സ്വിച്ചാണ്. നോർമൽ ഫോട്ടോ മോഡ്, നോർമൽ വീഡിയോ മോഡ്, പിന്നെ ഒരു S&Q മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഫോട്ടോ, വീഡിയോ, S&Q, ഈ 3 മോഡാണ് ഇതിനകത്തുള്ളത്. ഈ S&Q മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഇതിനകത്ത് അസംബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഞാൻ S&Q മോഡിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ 1080p 120 FPS ആണ് കേട്ടോ. സ്ലോ മോഷനാണ് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, സ്ലോ മോഷനും എടുക്കാൻ പറ്റും. അങ്ങനത്തെ പരിപാടിയാണ്. ചിലവരൊക്കെ 4K 30 FPS ഒന്നിലിടും, മറ്റേതിൽ 1080p 60 ഇട്ടേക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ സൂം ചെയ്യാനുള്ള സ്വിച്ചാണ്. നമുക്ക് സൂം ഇൻ ചെയ്യാം. അതുപോലെ തന്നെ ഫോക്കസ് പിടിക്കാനൊക്കെ ഈ ഒരു സ്വിച്ചാണ് യൂസ് ചെയ്യണത്. ഞാനത് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓണും ഓഫ് സ്വിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ക്യാമറ വീഡിയോ റെക്കോർഡിങ് നമുക്ക് ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ചാണ് ഇതായി കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാനുള്ള, നമുക്കിപ്പം 1.8 അപ്പേച്ചർ ആണെങ്കിൽ പോലും ഒന്നും കൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ആവാനുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. പിന്നെ ഒരു മെനു സ്വിച്ചാണ് പറഞ്ഞത്. മെനു സ്വിച്ചിൽ നമുക്ക് കുറേ കാര്യമുണ്ട്, കാണിച്ചു തരാം. ഇത് പിന്നെ ഫംഗ്ഷൻ കീ ആണ്. നമുക്ക് ഏതൊക്കെ പ്രോഗ്രാം സെറ്റ് ചെയ്യണം എന്നുള്ള ഇതിനാണ് സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഡിസ്പ്ലേ കീ. ഈ ഒരു ഡിസ്പ്ലേ കീയിൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇപ്പം ഡിസ്പ്ലേ കീയിലാണ്. ഇപ്പം ഇത് നമ്മുടെ അലൈൻമെൻറ്റ് ഉണ്ടല്ലോ, ചരിഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെ അറിയാനാണ്. ഇപ്പോൾ 100% ചാർജ് ഉണ്ടായിരുന്നു. കുറച്ച് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ആ ഒരു 77 ആയത്. ഡിസ്പ്ലേയിൽ മൈക്ക് ഇവിടെ റെക്കോർഡ് ആവണത് കാണാൻ പറ്റും. ഇത് കണ്ട, ഈ മൈക്ക് ഇപ്പോൾ ഓണാണ്, സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്, റെക്കോർഡിംഗ് അല്ല. പക്ഷേ എന്നാലും അത് കാണിക്കും. ഡിസ്പ്ലേ മാറ്റുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫോക്കസിൻ്റെ ഏരിയയൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ISO അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ISO നമുക്ക് ഓട്ടോയിലിടാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഷോക്കേസ് മോഡ് ഓൺ ഓഫ് ആക്കുക. അത് നമ്മളൊരു സാധനം കയ്യിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം ഓൺ ആക്കിയിട്ടെങ്കിലും. ഇത് പിന്നെ നമ്മുടെ ഗാലറിയാണ്. ഗാലറിയിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കിടക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോ മോഡിൽ ഞെക്കി കാണിച്ചത്. ഇപ്പം വീഡിയോ മോഡിൽ അപ്പേച്ചർ മോഡാണ് കിടക്കുന്നത്. ഇപ്പം S&Q മോഡിലായി. ഒന്നുകൂടെ ഞെക്കുമ്പോൾ ഫോട്ടോ മോഡായി. ഫോട്ടോ മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ബ്ലറല്ലേ ഇവിടെ, ഇങ്ങനെ ഫോക്കസ് കൊടുക്കുമ്പം അത് FNL നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്ക് നമുക്ക് എവിടെ വേണോ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഫ്ലെക്സിബിളാണ് ഇട്ടേക്കുന്നത്. എനിക്കത് ഫ്ലെക്സിബിൾ ഇട്ടതിന് ശേഷം എനിക്ക് എവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് അതിൻ്റെ ഫോക്കസ് പിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. പിന്നെ FNE പോയിട്ട് നമുക്ക് ഡ്രൈവ് മോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഷട്ടർ അടിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, ഒരു ചാടുന്ന ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ ഈ ഷട്ടർ അടിച്ചൊക്കെ തന്നെ എടുക്കണം. അത് നമുക്ക് കുറേ ഷട്ടർ അടിച്ച് ആ ഒരു നല്ല ഫോട്ടോ കിട്ടും. ഇത് പിന്നെ സിംഗിളാണ്. പിന്നെ ടൈമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മെയിൻ വീഡിയോയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് തിരിച്ച് പോയിട്ട് ആ ഒരു വ്ളോഗിൻ്റെ പരിപാടി ചെയ്യാം. വീഡിയോ നമ്മൾ വ്ളോഗ് എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോ മോഡിലോട്ട് ആക്കുക. വീഡിയോ മോഡിലോട്ട് ആക്കിയതിന് ശേഷം FNE പോയിട്ട് നമ്മൾ അപ്പേച്ചറല്ലേ ഇട്ടേക്കുന്നത്. നമ്മൾ വ്ളോഗിലെന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് ഓട്ടോയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സാധനം അവിടെ എന്താണോ നടക്കുന്നത് ആ ഒരു ലൈറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഇൻ്റലിജൻറ്റ് ഓട്ടോ വർക്കാവുന്നത്. അപ്പോൾ ഞാൻ ഈ ലെൻസ് അതിലോട്ട് മാറ്റിയിട്ടതിന് ശേഷം ഇതിൻ്റെ വ്ളോഗ് എടുക്കണം കാണിച്ചു തരാമേ. സോണി ZV-E10 ഇതിപ്പം രണ്ടാമത്തെ ഷോട്ടാണ് എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 50mm ലെൻസ് വെച്ച് എടുക്കുന്നതുകൊണ്ട് അത്രയും ദൂരത്താണ് വെച്ചിരിക്കുന്നത്. നേരത്തെ അപ്പേച്ചർ 5 സംതിങ്ങിലോട്ടൊക്കെ വന്നായിരുന്നു. ഇപ്പം നമുക്ക് 1.8 ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 1.8 ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമൊക്കെ ബ്ലറായിട്ടിരിക്കും. അതൊക്കെ നമ്മൾ എന്താടാ വായി നോക്കുന്നത്,
ഒന്നും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ബോഡിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ZV-E10. അതായത് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റിയൊരു നല്ല സാധനം തന്നെയാണ് ഈ ഒരു സോണി ZV-E10 എന്ന് പറഞ്ഞാൽ. ലൈക്ക് ഒരു 5 വർഷം മുമ്പ് ഇറങ്ങിയ സാധനമാണെങ്കിലും ഒരു കിറ്റ് ലെൻസിൻ്റെ കൂടെ ഒരു 60,000 രൂപയ്ക്ക് നമുക്ക് താഴെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇൻഡോർ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ ഷൂട്ടൊക്കെ ഉള്ളുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സാധനം തന്നെയാണ്. എൻ്റെ ഒരു ആവശ്യത്തിന് മിനിമം ഒരു FX 30 ഇപ്പം വേണം. അതിപ്പോഴാണ് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു 3 മാസം മുമ്പൊക്കെ എൻ്റെ മനസ്സ് 2 രീതിക്ക് നിൽക്കുകയായിരുന്നു. FX 30 പോകണോ, അത്രയും പൈസ കൊടുത്ത് FX 30 പോകണോ, അല്ലെങ്കിൽ ഈ ഒരു ZV-E10 ഇപ്പോൾ എടുത്തതിന് ശേഷം ഒരു 1.5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഫുൾ ഫ്രെയിമിലോട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പോകാം. ഇപ്പം ഈ ഒരു ZV-E10 മതി. അതിൻ്റെ കൂടെ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ലൈക്ക് ഒരു 50mm 1.8 സോണിയുടെ തന്നെ ഒരു 20,000 കൂടെ എക്സ്ട്രാ കൊടുത്തൊരു ലെൻസ് മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഈ ഒരു 50mm ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടതാണ്. ഈ ഒരു പോക്കറ്റിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 1650 കിറ്റ് ലെൻസാണ്. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ബോഡി പർച്ചേസ് ചെയ്യാം, ഇത് വെച്ചുകൊണ്ടും ബോഡി പർച്ചേസ് ചെയ്യാം. സോ ഈ ഒരു 1650 വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് വ്ളോഗ് പരിപാടിയൊക്കെ നോക്കാൻ പോകുന്നത്, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നത്. ഈ ഒരു 1650 വെച്ച് നിങ്ങളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ലൈവ് സ്ട്രീമിനൊക്കെ വേണ്ടി നിങ്ങളുടെ മെയിൻ ക്യാമറയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് SD കാർഡ് വേണമെന്നില്ല, ചാർജർ കണക്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ PC-യിൽ നിന്ന് വയർ ഡയറക്റ്റ് കൊടുത്ത് സെറ്റിങ്സിനകത്ത് പോയിട്ട് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. അത്യാവശ്യം പക്കാ ക്വാളിറ്റിയാണ്. നമ്മുടെ ഗെയിമിംഗ് ചാനൽ കയറി നോക്കിയാൽ അതിനകത്ത് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ അപ്പേച്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ 3.5 ആണ് 16mm വരുന്നത്. അതേ സമയത്ത് അത് ഒരു 50mm പോകുമ്പോൾ 5.6 വരും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ലെൻസിൻ്റെ അപ്പേച്ചറൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.8 ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാതെ തന്നെ ഒരു 16mm അപ്പേച്ചർ 2 ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് നേരെ ഇതിൻ്റെ ആ ഒരു വ്ളോഗിങ് പരിപാടിയിലോട്ട് പോയി ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് വ്ളോഗ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ വെച്ച് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഐഫോണിൽ 1080p 60 FPS അൾട്രാ വൈഡിലാണ്. ഇവിടെ നിന്ന് ക്യാമറയായിട്ട് പോകുമ്പം ഈ ഒരു 16mm ഈ ഒരു റേഞ്ചിൽ എത്ര കിട്ടുന്നു എന്ന് ജസ്റ്റ് കാണിച്ചു തരാമേ. ഗൈസ്, ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. 1650 ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ തെള്ളി നിൽക്കും. തെള്ളി നിന്നിട്ട് നമ്മളുടെ ഇൻ്റലിജൻറ്റ് ഓട്ടോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് നമ്മൾ വൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ സോണിലല്ലേ ഇട്ടിരുന്നത്, അത് മാറ്റി വൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു 16mm ഇത്രയും കിട്ടാനായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇനി റെക്കോർഡ് ആയിട്ട് കാണിച്ചു തരാമേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ എൻ്റെ വ്ളോഗിങ് ഒക്കെ പണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് സോണി ZV-E10 16mm ഇൻ്റലിജൻറ്റ് ഓട്ടോ മോഡിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. മൈക്ക് എക്സ്ട്രാ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. f8.1 ഇപ്പം ബ്ലർ കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആവും. ദിസ് ഇസ് മൈ ഫ്രണ്ട് അനന്തു. അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കണം. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, പക്ഷേ എവിടെ ബാംഗ്ലൂർ പോകാൻ പോലെയാണ് ആൾക്കാർ വന്നേക്കുന്നത്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. സോ ഇതിൻ്റെ 50mm കുറച്ച് ഫോട്ടോസ് ഞാൻ അവനിപ്പോൾ എടുത്ത് കൊടുക്കും. സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി. 4K 30 FPS ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1080p 60 FPS നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ നിൽക്കും, ചാർജ് നിൽക്കും, അതുപോലെ തന്നെ സ്റ്റോറേജ് നിൽക്കും. 4K ആണെന്നുണ്ടെങ്കിൽ കത്തിക്കൊണ്ടൊരു പോക്കും. പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു റെഡ് ലൈന് കാണിക്കും, ക്യാമറയിലും ഒരു റെഡ് ഡോട്ട് കാണിക്കും. ബിക്കോസ് നമുക്കത് റെക്കോർഡ് ചെയ്യണം എന്നറിയാനാണ്. നല്ലൊരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ആ ഒരു വ്ളോഗിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. റെക്കോർഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ISOയിലും അപ്പേച്ചർ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു മോഡിലാണ്. നിങ്ങൾ വെട്ടത്തൊക്കെ പോകുന്ന സമയത്തെ നിങ്ങൾക്ക് ആ ഒരു ഫുട്ടേജ് കിട്ടത്തുള്ളൂ. ഇരട്ടത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു ഡേ ലൈറ്റിൽ തന്നെ കുറച്ച് നിഴലൊക്കെ ഉള്ളിടത്ത് പോയി നിന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഓട്ടോമാറ്റിക്കിൽ ഇട്ടാൽ ISO ഒന്നും പക്കയായിട്ട് അങ്ങനെ ഓട്ടോയിലോട്ട് അങ്ങനെ പോകത്തില്ല. കാരണം ഇൻ്റലിജൻറ്റ് ഓട്ടോ അല്ലെങ്കിൽ നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പേച്ചർ പ്രയോറിറ്റി ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നല്ലപോലെ ബ്ലറാകും. ഇപ്പോൾ 3.5 ഇതിൽ ബ്ലറുള്ളൂ എങ്കിലും നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പം ക്ലിയർ ആണ്. ജസ്റ്റ് ഒന്നുകൂടെ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡീഫോക്കസ് ആകും. ആ ഒരു സ്വിച്ച് ഞാൻ പറഞ്ഞു തന്നില്ല. ആ ഒരു സ്വിച്ചിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറാവും. ഒരു സ്റ്റെബിലൈസേഷൻ നിങ്ങളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ കയറ്റുക. ഈ ഒരു ലെവലിലൊക്കെ ഇന്ന് റെക്കോർഡ് ചെയ്യുമെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്ത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പായിട്ട് ഇത്രയിൽ സ്റ്റെബിലൈസേഷനിലൊക്കെ നല്ല ഫുട്ടേജ് കിട്ടും. വ്ളോഗിങ്ങിന് കുഴപ്പമില്ല, പക്ഷേ ഇൻ്റലിജൻറ്റ് ഓട്ടോയിലെടുത്താൽ നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരില്ല, നല്ല ഫുട്ടേജ് കിട്ടും. ഇപ്പം നട്ട് വെയിലാണ്, എന്നാലും കുറച്ച് തണലത്തോട്ട് ജസ്റ്റ് നിന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു ഫുട്ടേജ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു തണലത്തൊക്കെ ഉള്ള നോർമൽ ഫുട്ടേജ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും, ക്യാമറ ലെൻസിൽ നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു വ്ളോഗിങ്ങിന് പറ്റിയൊരു സാധനം. നമുക്ക് വ്ളോഗ് പരിപാടിയൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് വ്ളോഗിങ് പരിപാടിക്ക് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് 1080p 60 വ്ളോഗ് എടുക്കേണ്ടി വരും. ഇപ്പോൾ 4K 60 നിങ്ങൾക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട്, അതിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് 4K 60 റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ചാർജ് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജും പെട്ടെന്ന് ഫുള്ളാവുന്നുണ്ട്. ഒരു ഫുട്ടേജിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു
15-20 മിനിറ്റ് വീഡിയോയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സൈസാണ്. അപ്പം മാക്സിമം 1080p നിങ്ങൾക്ക് വ്ളോഗൊക്കെ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. പിന്നെ സ്ലോ മോഷൻ ആണെങ്കിൽ പോലും 1080p 120 FPS നിങ്ങൾക്ക് പക്കയായിട്ട് ഈ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കിറ്റ് ലെൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ ഒരു ഗിംബലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പൈസ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരിടത്ത് സ്റ്റാറ്റിക്കായിട്ട് വെച്ചുകൊണ്ട് ഒരു ട്രൈപോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അത് വെച്ച് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50mm ഈ ഒരു കിറ്റ് ലെൻസ് തന്നെ ധാരാളമാണ്. പിന്നെ 1650 ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വൈഡർ ഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ ഓവർ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 4Kയിൽ നമ്മൾ ഇൻഡോർ ഷൂട്ട് ചെയ്താലും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്താലും ഒരു സമയം കഴിയുമ്പം നമുക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കലി തന്നെ കൂളാവാൻ വേണ്ടിയിട്ടൊന്ന് ഓഫ് ആവുന്നതാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല രീതിക്ക് റെക്കോർഡ് ചെയ്ത് കുറേ സമയം യൂസ് ചെയ്യുമ്പോഴാണ്, കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഹീറ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ. ചാർജ് നമ്മൾ ഒരു ഷൂട്ടൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങ് താഴെ വരുന്നതായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മിനിമൽ യൂസിനൊക്കെ ആണെങ്കിൽ ഞാൻ ഈ സാധനം സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് പോവേണ്ടതായിട്ട് വരും. 4K 120 FPS ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം 2025 ഈ ഒരു സോണി ZV-E10 എടുക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 1080p 60 നിങ്ങൾക്ക് മിനി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിന് വേണ്ടി നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ക്യാമറ ആയിട്ട് ഇതിനെ ഘടിപ്പിക്കാൻ പറ്റും പിന്നീട് ഭാവിയിൽ. അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടെ നടക്കുന്നത്. സോ എനിക്കിനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങിക്കുമ്പോൾ ഇതെൻ്റെ എന്താ ഒരു വെബ് ക്യാം ആയിട്ട് തന്നെ എടുക്കാതെ തന്നെ വെച്ചേക്കാൻ പറ്റും. നമുക്കത്രയും വെയിറ്റ് കുറവാണ്. നമുക്കൊരു ചെറിയ ട്രൈപോഡിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചേക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഏതെങ്കിലും ക്യാമറ പറ്റി, ഫോണെ പറ്റി, ഗാഡ്ജറ്റ്സിനൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.